ചെയ്യുകയാണ്. മഹാനായ മഹാനവറുകൾ അവിടെ നിന്ന് നോക്കുമ്പോ എന്താണ് ഈ ചെറുപ്പക്കാരൻ വിളിച്ചു പറയുന്നതെന്നറിയുമോ? അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ ഒരു മുസ്ലിമാക്കി മരിപ്പിക്കണേ അല്ലാഹ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നാഥാ എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ റബ്ബേ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. എന്താണ് പറയുന്നത്? അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണേ തമ്പുരാന്. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ കൂടപ്പുറപ്പിന്റെ അവസ്ഥ എനിക്ക് വരുത്തരുത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത് കാണുമ്പോ ഈ മഹാൻ അവിടെ നിന്ന് ചോദിക്കുന്നു, മോനെ നീ എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്താണ് നിന്റെ സഹോദരങ്ങൾക്ക് സംഭവിച്ചത്? അവിടെ നിന്ന് ചോദിക്കുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ആ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, തങ്ങളെ എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ മൂത്ത ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? മൂത്ത സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. എത്ര കൊല്ലമാ ബാങ്ക് വിളിച്ചതെന്നറിയുവോടാ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം നിനക്കറിയുമോ? പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ജ്യേഷ്ഠൻ അല്ലാഹുവിന്റെ പള്ളിയില് 40 കൊല്ലമാ ബാങ്ക് വിളിച്ചത്. 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയിൽ 40 കൊല്ലം ബാങ്ക് വിളിച്ച മനുഷ്യരാ. എന്നൊരു പ്രതിഫലമാ സഹോദരാ. ഇന്ന് ബഅദിന് വരുന്നതിന് മുമ്പ് ഇവിടെ ഞാനൊരു പാവപ്പെട്ട ഉപ്പാനെ കാണാൻ പോയി. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാ. റബ്ബേ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. എല്ലും തോലുമായിട്ട് വീടിന്റെ അകത്ത് കിടക്കുന്നുണ്ട്. കാണാൻ പോയപ്പോഴും പടച്ചവനെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണേ. സഹോദരാ, എത്ര വലിയ ഭാഗ്യവാനെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മനുഷ്യന് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ആ ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലോ പള്ളിയുടെ പ്രസിഡന്റ് ആകാൻ മത്സരിക്കില്ല, പള്ളിയിലെ സെക്രട്ടറി ആകാൻ മത്സരിക്കില്ലോ, പള്ളിയിലെ ഖതീബാകാൻ നടക്കില്ലോ. ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിലോ അല്ലാഹുവിന്റെ പള്ളിയിലെ ബാങ്ക് വിളിക്കാൻ മത്സരിക്കുമായിരുന്നു ചെറുപ്പക്കാരാ. കാരണം മുത്തുനബി പറഞ്ഞതെന്തെന്നറിയുമോ? സഹാബാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ജനങ്ങളെ കടന്നു വരുമ്പോ 2 വിഭാഗത്തിന് തല ഉയർന്നു നിൽക്കുമോ സഹാബാ. 40 കൊല്ലം ബാങ്ക് വിളിച്ച ഒരു ഹാജിയാരെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന്റെ പേരെന്താ അറിയോ? എന്താ? അൽഹംദുലില്ലാ, അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ബാങ്ക് വിളിച്ചിട്ടുള്ളവരെ ഒന്ന് കൈവക്കിക്കേ. എന്താ ഇവർ 2 പേരും ഇങ്ങോട്ട് പോണു? ഒന്ന് വിട്ടവരുടെ ചങ്ങായിമാരെ പതുക്കെ ഒന്ന് ഓടിക്കണ്ട, അവര് പൊക്കോളും. ബിസ്മില്ലാ, അവര് പൊക്കോട്ടെ. അൽഹംദുലില്ലാ. അസ്ഹാബുൽ കഹ്ഫിന്റെ കൂടെ